വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി, വാടച്ചാൽ വനം ഡിവിഷൻ ഓഫീസുകളുടെ മുന്നിൽ വാച്ചർമാർ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. വനം വകുപ്പിലെ ദിവസവേതന വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി, വാഴച്ചാൽ വനം ഡിവിഷൻ ഓഫീസുകളുടെ മുന്നിൽ വാച്ചർമാർ സത്യാഗ്രഹ സമരം നടത്തി. ഒരു ഡിവിഷന്റെ കീഴിൽ മാത്രം 2000-ൽ പരം വാച്ചർമാരാണ് ജോലി നോക്കുന്നത്. 7 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് സമരക്കാർ പറഞ്ഞു. AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P ശ്രീകുമാർ അധ്യക്ഷനായി. 10, 12, 13, 15 വർഷക്കാലത്തെ പഴക്കമുള്ള തൊഴിലാളികളല്ലേ ഇപ്പോൾ ഇതിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ. ദീർഘകാലമായിട്ട് അതിനേക്കാൾ കൂടുതൽ കാലാവധി പൂർത്തീകരിച്ചിട്ടുള്ള തൊഴിലാളികളുണ്ട്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? 10 വർഷം പണിയെടുത്ത തൊഴിലാളികൾ. ആ 10 വർഷം പണിയെടുത്ത തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടും ഇത്രയും വർഷക്കാലത്തെ പഴക്കമുള്ള തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ സന്ദർഭത്തിൽ പോലും ഇത്രയേറെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചില്ല. AITUC എന്ന് പറയുന്ന നമ്മുടെ മഹത്തായിട്ടുള്ള പ്രസ്ഥാനം ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിപ്പോൾ ഈ മേഖലയിൽ മാത്രമല്ല, ഈ മേഖല ഉൾപ്പെടെ ഈ കേരളത്തിലെ ദിവസവേതനക്കാരും അതുപോലെ തന്നെ താൽക്കാലികക്കാരുമായിട്ടുള്ള തൊഴിലാളികൾ, ആ തൊഴിലാളികൾ 10 വർഷം പൂർത്തീകരിച്ച തൊഴിലാളികളെ അത് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേരള ഗവൺമെൻറ് സ്വീകരിക്കണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കണം എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള. ഇപ്പോൾ നമ്മൾ AITUCയുടെ നേതൃത്വത്തിൽ ഈ ഡിസംബർ മാസത്തിൽ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും നേതൃത്വം നൽകുന്ന 2 ജാഥകൾ, 2 മേഖലകളിൽ നിന്നും 2 ജാഥകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ മേഖല ഉൾപ്പെടെ ഈ കേരളത്തിൽ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ, ആ പാവപ്പെട്ട തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വേതനത്തിൻ്റെ കാര്യത്തിൽ